ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബീട്രൂട്ട് കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ തേങ്ങ ചിരവിയതെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഈ ഒരു സൈസിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കാം. 1 പച്ചമുളകും 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം മുഴുവനായും ചേർക്കാം, ഇല്ലെങ്കിൽ പൊടിയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. കുക്കറിലാണ് കുറുമ തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു കഷ്ണം പട്ട കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു സവാള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ല കളർ ചേഞ്ച് ആയിട്ട് വരുമൊന്നും വേണ്ട, ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അത്രയേ വേണ്ടൂ. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് പൊട്ടാറ്റോ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സൈസിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടാണ് കേട്ടോ കൂടുതൽ വേണ്ടുന്നത്. അപ്പോൾ രണ്ടും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പൊടികളുടെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്നു നോക്കിയതാണ്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് ബീട്രൂട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കുറുമ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതേ ചൂടാറി വന്നിട്ടുണ്ട്, കാണാമല്ലോ, കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ വെജിറ്റേറിയൻസിന് പറ്റിയ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. വെജിറ്റേറിയൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്